ഹായ് വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് പ്ലാനറ്റ്. എല്ലാവർക്കും ഏഞ്ചൽസ് പ്ലാനറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ബിരിയാണി എന്ന് കേട്ടാൽ എന്തും ത്യജിക്കാൻ തയ്യാറായ നമ്മളെ മലയാളികൾക്കിടയിലേക്കാണ് കേട്ടോ ഇന്ത്യയിലെ ഫേമസ് ആയ ലക്നവി ബിരിയാണിൻ്റെ കടന്നുവരവ്. ടേസ്റ്റ് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ലക്നവി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്കിതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഒരു 750 ഗ്രാം ചിക്കന്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 100 ml കട്ടി തൈര്, റെഡ് ചില്ലി പൗഡർ, ഒരു 3-4 ഒനിയൻ സ്ലൈസാക്കി എറിഞ്ഞത്, പിന്നെ അതിലേക്കുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള റോസ് വാട്ടർ, പിന്നെ കുറച്ച് സ്പൈസസും, ഒരു 100 ml പാലും കൂടി എടുത്തിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. സ്പൈസസിൽ ലക്നൗ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് ആ ഉള്ളി ഒന്ന് വറുത്തെടുക്കുക. ഉള്ളി ആ വെളിച്ചെണ്ണ കിടന്നിട്ട് ഏകദേശം ബ്രൗൺ നിറാവണ വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഉള്ളി ഒന്ന് സെറ്റായി വരുന്ന നേരം കൊണ്ട് നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിലിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ റെഡ് ബസുമതി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ചോറുണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തത് 750 ഗ്രാം ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതേ അളവിൽ 750 ഗ്രാം അരി എടുത്തിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. എടുത്തത് അരി ബസുമതി ആയതുകൊണ്ട് തന്നെ ചുരുങ്ങിയതൊരു അരമണിക്കൂറയിലും വെള്ളത്തിലിട്ട് വെക്കുന്നതാവും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ദാ നമ്മുടെ ഉള്ളി ആ വെളിച്ചെണ്ണയിലൊക്കെ കിടന്നിട്ട് നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവസാനത്തിൽ ബിരിയാണിയുടെ മുകളിൽ ഇടാനായിട്ട് മാറ്റി വെക്കാൻ കേട്ടോ. ബാക്കിയുള്ള ഉള്ളിയിലോട്ട് നമ്മൾ ഇനി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ആഡ് ചെയ്തിട്ട് അതിൽ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ അതിൽ കിടന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് മറച്ചിട്ടിട്ട് പിന്നെ അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 5-6 ഏലക്കായും അതുപോലെ തന്നെ ഗ്രാമ്പും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു കപ്പ് തൈര്, ഏകദേശം ഒരു 100 ml ഉണ്ടാവും കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് റെഡി വരുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മറ്റുള്ള ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന മാതിരി മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ബിരിയാണി മസാല അങ്ങനത്തെ ഒരു ഐറ്റം പൊടികളും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്നവി ബിരിയാണിത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ ഒരു ഐറ്റം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ഇത് മുഴുവനായി ചേർക്കൊന്നു പോകാൻ കേട്ടോ. ഏകദേശം ഒരു പകുതി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു മെയിൻ ഐറ്റമായ റോസ് വാട്ടറും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 60% വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇറക്കി വെക്കുക. ഇനി ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 100 ml പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുക്കുന്നതോട് കൂടി ഇതിൻ്റെ ടേസ്റ്റ് മാറും, അതുപോലെ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഇനി നമ്മൾ അവസാനത്തിൽ ചോറിന് മുകളിൽ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തീന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പോളം എണ്ണ എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി ചോറ് വേവുന്നവരെ ചിക്കനൊക്കെ മസാലയിൽ നല്ലോണം സെറ്റാകാൻ വേണ്ടി കുറച്ച് നേരം അങ്ങോട്ട് എടുത്തു വെക്കുക. അപ്പോൾ നമ്മളെ ചോർക്ക് ആവശ്യമായ വെള്ളം ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ടോ. ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസും ഒരു 2 മുളക് പൊളിച്ചതും അതുപോലെ കുറച്ച് നെയ്യും കൂടി ഇട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരിയിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ നിന്ന് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള മുളകും കുറച്ച് സ്പൈസസും എടുത്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. ഇനി ചോറ് ഏകദേശം ഒരു 70% വേവാകുമ്പോൾ ഒന്ന് ഊറ്റിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അരി ഏകദേശം ഒരു 70-75% വേവിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് ഊറ്റിയെടുത്തിട്ട് ആ ചിക്കനിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ മസാലയിലേക്ക് കിടന്നിട്ട് നല്ല സെറ്റായിരിക്കാൻ കേട്ടോ. ഇനി അതിലേക്ക് ചോറിട്ടിട്ട് ലെയർ ലെയറാക്കി അങ്ങോട്ട് റെഡിയാക്കി എടുക്കുക. ചോറിട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരിയിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. ഇനി ബാക്കി വരുന്ന ചോറും കൂടി ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ അങ്ങോട്ട് കളറാക്കി എടുക്കാൻ കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കനിന് കോരി വെച്ചിട്ടുള്ള ഓയിൽ ഇതിൻ്റെ മുകളിലാണ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണാൻ കുറച്ച് മൊഞ്ചബിലിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മൾ കാണാൻ കുറച്ച് മൊഞ്ചബിലിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്മെല്ലും അതുപോലെ തന്നെ ഒരു ടേസ്റ്റും കിട്ടുന്നതിനാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞ കളർ കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയാണ് കലക്കി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ കുറച്ച് വറുത്ത ഉള്ളിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ചുവപ്പും മഞ്ഞയും ഓറഞ്ചും എല്ലാം കൂടി നമ്മളെ ബിരിയാണിൻ്റെ അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു 10-15 മിനിറ്റ് ആവിയൊന്നും പുറത്തു പോകാത്ത രൂപത്തിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി കുറച്ച് ഗോതമ്പ് മാവ് നമ്മൾ കുഴച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചിറ്റോറം വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ആവി പുറത്തു പോവാത്ത രൂപത്തിലൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളെ ബിരിയാണിൻ്റെ സൈഡ് ഡിഷ് ആയിക്കൊണ്ടിതാ കാന്താരി ചിക്കനും കൂടി ഇവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇതും കൂടി ആകുമ്പോൾ സംഭവം കളറാവും. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി ഏകദേശം ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ബിരിയാണി തുറക്കുമ്പോൾ തന്നെയുള്ള സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാം മസാലയ്ക്ക് ഏകദേശം പിടിച്ച് ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനി നമുക്കിതൊന്നും എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കുന്ന രൂപത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ലക്നവി ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലായിടത്തും മസാല ഒക്കെ പിടിച്ച് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വിളമ്പിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് അധികം മസാലപ്പൊടികളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ. പലജാതി ബിരിയാണികൾ തിന്ന് ശീലിച്ച നമ്മളെ മലയാളികൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും വെറൈറ്റി ടേസ്റ്റായി അനുഭവപ്പെടാണ്ടിരിക്കൂല കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, തിന്നുക, ആസ്വദിക്കുക. നമ്മളിതാ ഇവിടെ കാന്താരി ഗ്രിൽഡ് ചിക്കനും കൂടി വെച്ചിട്ട് ഒരു 1.5 പിടുത്തം പിടിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ബൈ.